നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂലം പൂരാട ഉത്തരാധികാരം ധനിക്കൂറാണ്. ധനിക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഷ്ടമേ ഹരതോ ബാലി എന്ന് പറയുന്നൊരു യോഗമാണ്. അതായത് ബാലിക്ക് ഒളിയാൻ പറ്റ രീതിയിൽ മനസ്സറിയാത്ത കാര്യത്തിൽ ദോഷങ്ങൾ സംഭവിക്കാൻ ഇടവരാൻ സാധ്യതയുള്ളൊരു സമയമാണ് അഷ്ടമവ്യാഴം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഭാഗ്യാധിപതി കൂടി അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യക്കുറവ്, ദൈവാധീനക്കുറവ് മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് തടസ്സങ്ങൾ വരിക, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തടസ്സങ്ങൾ വരിക, ദാമ്പത്യ സുഖക്കുറവുണ്ട്, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ ഭദ്രായോഗം ചെയ്ത് ബുധൻ നിൽക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ദാമ്പത്യ സംബന്ധമായിട്ടും അനുകൂലമായ ഗുണം തന്നെയാണ് കാണുന്നത്. ഭാഗ്യസ്ഥാനത്താണ് കളത്രകാരനായിരിക്കുന്ന ശുക്രൻ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ബന്ധത്തിലും ഭാര്യ കുടുംബത്തിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടാനും യോഗമുള്ള സമയമാണ്. അപ്പോൾ ദോഷ സമയത്ത് ഭാര്യമാരിൽ നിന്നുള്ള അനുകൂലമായിരിക്കുന്ന ഫലങ്ങൾ കിട്ടുമ്പോൾ വലിയൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഭദ്രായോഗം ചെയ്ത് കർമാധിപതിക്കുന്ന നേരം തൊഴിലിൻ്റെ കാര്യത്തിലും അനുകൂലാവസ്ഥയുണ്ട്. എന്നാൽ ലഗ്നാധിപതി 4ാം ഭാവാധിപത്യം വഹിച്ച് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് ദോഷമായി വരാം. അവനവന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും 4 ശനിയാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് കാരണം കൊണ്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീപ്പൊള്ളലേക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നടുവേദന പോലെയുള്ള രോഗങ്ങൾ, കഴുത്തുവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പരിഹാരങ്ങൾ ചെയ്യണം. മെയിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്താർച്ചനയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ദൈവാധീനം വർദ്ധിപ്പിക്കുക. അപ്പോൾ ഒരു പാൽപ്പായസമൊക്കെ വിഷ്ണു ക്ഷേത്രത്തിൽ കഴിപ്പിക്കുകയും സുദർശന പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതേപോലെ ലഗ്നാൽ സഹായസ്ഥാനത്ത് രാഹുവാണ് നിൽക്കുന്നത്. അപ്പോൾ സഹായ വിഗമ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടാതെ വരും. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യണം. ഭാഗ്യസ്ഥന് മുറിവ് സംഭവിച്ചുകൊണ്ടാണ് കേതു 9ൽ നിൽക്കുന്നത്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുവിന് അശക്തി വഴി, അതായത് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക, രാഹു പൂജ ചെയ്യുക. അതിനോടൊപ്പം തന്നെ കണ്ടകശനി ദോഷം ചെയ്തിട്ടാണ് 4 ശനി നിൽക്കുന്നത്. അപ്പോൾ അത് വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനേന്തി, മനോഭീതിയും വന്ന മാനസിക ടെൻഷനും ധനനഷ്ടവും വീട് വിട്ട് നിൽക്കാൻ ഇടവരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള വഴിപാട്, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ദോഷമില്ല. ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ടും അനുകൂലമാണ്. മറ്റുള്ള സഹായികളെ, ശത്രുക്കളാകുക, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുന്നുള്ള തടസ്സം വീട് വിട്ട് നിൽക്കാനിട വരിക. അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ മാറി അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പൂരാട നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.